എല്ലാവരുടെ അടുത്തും പറയുന്നത്. കാരണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, എന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കുറെ പുതിയ ആൾക്കാരുണ്ട് നമ്മുടെ മിഷ്കാത്തില്. അപ്പം പഴയ ആൾക്കാർക്കെല്ലാം എന്നെ നല്ലപോലെ അറിയാം. ഞാൻ അസീന ടീച്ചറെ സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് എന്നെ മിഷ്കാത്ത് സ്റ്റാർട്ട് ചെയ്തത് മുതലേ ഉണ്ട്. പിന്നെ ഇപ്പം നൂറ സദരിയില് മുന്തസ്താന്റെ മോളെ സ്റ്റുഡന്റ് ആയി. പിന്നെ ഇപ്പൊ ഇതാ എനിക്ക് വലിയൊരു അവസരം അള്ളാഹു തന്നിരിക്കുന്നു നമ്മുടെ മുന്തസ്താന്റെ സ്റ്റുഡന്റ് ആയിട്ട്. മാഷാ അല്ലാ, അതിൽ ഏറ്റവും വലിയ ഞാൻ ഭയങ്കര സന്തോഷം. എന്റെ മനസ്സിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. അതിന് അള്ളാഹുവിനോട്, സർവശക്തനായ അള്ളാഹുവിനോട് ഒരുപാട് നന്ദിയുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളെല്ലാം വിചാരിക്കും ഷബ്ന കുറെ കോഴ്സ് എല്ലാം ചെയ്തില്ലേ, മുന്നേ ഹസീന ടീച്ചറെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, അപ്പൊ ഷബ്നാക്ക് എന്തിനാ ഈ കോഴ്സ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കെല്ലാം അറിയും എന്റെ ഒരു പേടിയും എങ്ങനെ പറയണം. നമ്മുടെ മിഷ്കാത്തിൽ ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ്മാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ എപ്പോഴും പറയണമെന്ന് എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്റെ മനസ്സിൽ ഒരു എവിടെയോ ഒരു പേടി, എവിടെയോ ഒരു ഉൾഭയം, അതിങ്ങനെ എന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ പിന്മാറിക്കൊണ്ടിരിക്കും. ഹസീന ടീച്ചറെ അടുത്ത് ചോദിക്കേ കൊണ്ട് എനിക്ക് അവസരം തരും. പക്ഷെ ആ ചോദ്യം പോലും എനിക്ക് മടി, എന്തോ ഒരു പേടി കാരണം ഞാൻ പിൻവലിഞ്ഞോണ്ടിരിക്കല. അപ്പൊ അത് മുന്തസ്താന്റെ ഈ ഗ്രൂപ്പ് കണ്ടത്. അപ്പൊ എനിക്ക് തോന്നി എന്നെ ഇനിയും ശരിയാക്കാനുണ്ട്. ഞാൻ ശരിയായിട്ടില്ല, ഞാൻ ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും കുറെ മാറാനുണ്ട്. അങ്ങനെയാണ് ഞാൻ മുന്തസ്താന്റെ ഗ്രൂപ്പിലേക്ക് വന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഇതുപോലെ വീഡിയോയിൽ ഇങ്ങനെ വന്നിട്ട് ഇരിക്കണമെങ്കിൽ എന്നെ പരിചയമുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. മാഷാ അല്ലാ, എനിക്കത് വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കുട്ടികളെ മുമ്പിൽ പോലും, പിന്നെ ഞാൻ പൊതുവേ മദ്രസ കുട്ടിയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാൽ എനിക്കൊരു പേടിയാണ് കുട്ടികളെ മുമ്പിൽ പോലും ക്ലാസ് എടുക്കാനൊരു ഭയങ്കര ഒരു ടെൻഷനാണ്. ഇപ്പൊ മാഷാ അല്ലാ, വീഡിയോ മോഡിൽ തന്നെ കുട്ടികളെ മുമ്പിൽ സംസാരിക്കുക, അവരോട് തമാശ പറയുക ഒക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര മാഷാ അല്ലാ നല്ലൊരു മാറ്റം തന്നെയാണ് എന്നിൽ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഈ മിഷ്കാത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന ഒരുപാട്. അസീന ടീച്ചറെ ക്ലാസ്സും എല്ലാ ക്ലാസ്സും ആത്മാർത്ഥതയോടെ കേട്ട് നോട്ട് എഴുതി അത്രയും അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ട്, എനിക്കറിയാം എല്ലാവരും. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവർക്ക് എന്തോ ഒരു പേടി, ഒരു മടി. എന്തെങ്കിലും അങ്ങനെയുള്ളവർക്ക് ഇതാ ഞാൻ ഇപ്പൊ പറയുന്നത്. ഞാൻ മുന്തസ്താന്റെ ഇത് വെച്ച് പറഞ്ഞ എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതെന്ന്. ഇതൊരു പരസ്യവാക്കായിട്ടൊന്നും അങ്ങനെ ഒന്നും കരുതരുത്. കാരണം അത്രയും നല്ലൊരു ക്ലാസ് ആണ്. നമുക്ക് ദഅവ ചെയ്യാനുള്ള മനസ്സ് വരും മുന്തസ്താന്റെ ആ വാക്കിലൂടെ. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വിഷയം പറയണം, ആളിലേക്ക് എന്തെങ്കിലും നമ്മളൊരു അറിവ് എത്തിക്കണം. നമ്മൾ സൂറത്ത് ബക്കറയിലെല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ, അറിവ് മൂടി വെക്കാൻ പാടില്ലല്ലേ, അള്ളാഹു ശപിക്കപ്പെട്ടവരല്ലേ. അപ്പൊ ആ ഒരു ആയത്തിൽ ശരിക്കും പറഞ്ഞാല് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൂടി അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ നമ്മൾ ശരിയാവും. നമ്മൾ ശരിയാണെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ഇത് വരും, ഞാൻ ശരിയായാണ്ട് എങ്ങനെ അപ്പൊ അതെന്തായാലും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ശരിയായിക്കോളും. അപ്പൊ എല്ലാവരും അറിവ് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ഈ മിഷ്കാത്തിനെ പരമാവധി ഉപയോഗപ്പെടുത്താ. മുന്തസ്താന്റെ ഗ്രൂപ്പിൽ ആൾക്കാർ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇൻഷാ അല്ലാ, ദഅവ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇൻഷാ അല്ലാ. എന്റെ വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ഇന്നിവിടെ പറയുന്ന വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് കർമ്മങ്ങളിലെ ആത്മാർത്ഥത. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പറയുന്നത് ഇൻഷാ അല്ലാ. ആദ്യം തന്നെ ഒരു ഹദീസിൽ തുടങ്ങാം. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്യുന്ന അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കഥ പറഞ്ഞതെന്നും. ഈ കഥ ചിലപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ മിഷ്കാത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്നതാണ്. അപ്പൊ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഈ കഥ അറിയുണ്ടാവും. എന്നാലും ഞാൻ അതിന്റെ ചെറിയ രീതിയിൽ ചുരുക്കത്തിൽ നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആ കഥയില് 3 ഗുഹാവാസികളുടെ കഥയാണ് പറയുന്നത്. ആ കഥ എന്ന് വെച്ചാല്
പിന്നെ 3 ഗുഹാവാസികൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് അവർക്ക് യാത്രയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് കാറ്റും മഴയും വന്നതിന് ശേഷം അവർക്ക് സുരക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവരൊരു പാറക്കൂട്ടത്തിന്റെ അടുത്താണ് നിന്നത്. ആ സമയത്ത് ആ ഗുഹന്റെ ഉള്ളിൽ അവർ പ്രവേശിച്ച സമയത്ത് ആ ഗുഹാമുഖം വലിയൊരു കല്ലുകൊണ്ട് വന്നിട്ട് ആ ഗുഹാമുഖം അടഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും ഗുഹാമുഖത്ത് അവര് അവര് മഴയും കാറ്റും കാരണം അവരവിടെ കുറച്ച് സമയം നിൽക്കാന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? വീണ്ടും ശക്തമായ കാറ്റും മഴയും വന്നത് കാരണം ആ ഗുഹാമുഖം വലിയൊരു പാറക്കല്ല് കൊണ്ട് അടയുകയാണ് ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് ഇതിൽ 3 പേരും വല്ലാതെ വിഷമിച്ചു. എന്താ ഇനി നമുക്ക് ചെയ്യാം? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുന്ന സമയത്ത് അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ചെയ്ത എന്തെങ്കിലും കർമ്മം കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്താലോ? അപ്പൊ നമ്മുടെ അള്ളാഹു നമ്മളെ പ്രാർത്ഥന സ്വീകരിച്ചില്ലെങ്കിലോ, നമുക്ക് അങ്ങനെ ദുആ ചെയ്യാ എന്ന അതിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ 3 പേരും അതെന്താണ് സമ്മതിച്ചു. നമുക്ക് അന്ന് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ വെച്ച് നമുക്ക് ദുആ ചെയ്യാന്നുള്ള രീതിയിലേക്ക് അവര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ഒരാൾ പറയാൻ തുടങ്ങി, അതിൽ ഒരാൾ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാല്, അള്ളാഹുവെ ഞാൻ ആട്ടിടയനാണ്. അയാൾ ആടിനെ വളർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് ഈ ആട്ടിടേനെ ഫസ്റ്റ് കറക്കുന്ന പാല് കൊടുത്തിട്ടേ ഈ ആട്ടിടേനെ മറ്റുള്ളവർക്ക് കൊടുക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബവും എല്ലാവരും കുടിക്കുന്നത് ഈ ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തതിന് ശേഷം മാത്രമേ ഈ വ്യക്തി കുടിക്കാറുള്ളൂ, എന്തിനു ചെയ്യാറുള്ളൂ. അപ്പൊ ഈ വ്യക്തി ഒരു ദിവസം എന്തോ തിരക്കിൽ പെട്ടിട്ട് പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് ആ ഉമ്മയും ഉപ്പയും ഉറങ്ങിക്കെടുക്കുന്ന സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പൊ ആ ഉറങ്ങിക്കെടുക്കുന്ന സമയത്ത് ഈ ഉമ്മാനെയും ഉപ്പാനെയും ഉണർത്താതെ ഈ വ്യക്തി എന്ത് ചെയ്തു? പാല് കുടിക്കാതെ, കാരണം ഇവർ ആ ഉമ്മാക്കും ഉപ്പാക്കും കുടിച്ചതിന് ശേഷം മാത്രമേ അവർ ഉപയോഗത്തിന് എടുക്കാറുള്ളൂ. അപ്പൊ ഇവര് ഉമ്മയും ഉപ്പയും ഉറങ്ങുന്ന സമയം ആയതുകൊണ്ട് അവർ ഉണർത്താതെ ഉണരുന്നത് വരെ അവരുടെ ബെഡിന്റെ അടുത്ത് ഇരുന്നിട്ട് അവരിങ്ങനെ കാത്തു നിന്നു. അപ്പൊ ആ ഒരു ഉമ്മാനെയും ഉപ്പാന്റെയോ ആ ഒരു അടുത്ത് ഇരുന്നിട്ട് ഇവർ കുടുംബം ഒന്നും കുടിക്കുന്നില്ല. ലാസ്റ്റ് ഉമ്മയും ഉപ്പയും ഉണർന്നതിന് ശേഷം അവര് കുടിച്ചതിന് ശേഷമാണ് ഈ വ്യക്തിയും വ്യക്തിയുടെ ഫാമിലിയും കുടിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ ഞാൻ ഇത് ചെയ്തത് നിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്, വേറെ ഒരു ഇതുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത് നീ സ്വീകരിക്കുകയാണെങ്കിൽ നീ എനിക്ക് ഈ പാറയുടെ ഗുഹാമുഖം നീ എനിക്ക് കല്ല് തുറന്ന് തരണേന്നുള്ള പ്രാർത്ഥനയാണ് ഒന്നാമത്തെ ആള് പ്രാർത്ഥിച്ചത്. അങ്ങനെ രണ്ടാമത്തെ ആള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഗുഹാമുഖത്തിന്റെ കല്ല് ചെറുതായിട്ടാണ് ഓപ്പൺ ആകാൻ തുടങ്ങി. ചെറുതായിട്ട് ഇങ്ങനെ തുറന്നു വന്നു. ഫുള്ളായിട്ട് തുറന്നിട്ടില്ല, അവർക്ക് പുറത്ത് കടക്കാനും പറ്റൂല. അങ്ങനെ രണ്ടാമത്തെ ആള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ ആൾ എന്താ പ്രാർത്ഥിച്ചത്? അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്ന് വെച്ചാല്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ സ്ത്രീയെ കാണുമ്പോഴൊക്കെ എന്താണ് വല്ലാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ സ്വന്തമാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്ത്രീ എന്ന് പറയുന്നത് അത്രയും അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളും ആ ഒരു ഖുർആൻ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നല്ല ദീനീപരമായി ജീവിക്കുന്ന ഒരു സ്ത്രീയുമായിരുന്നു. അപ്പം ഈ വ്യക്തി ആ സ്ത്രീയെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഒരു ദിവസം ഈ വ്യക്തിയുടെ സാഹചര്യം ഒത്തു വന്ന ആ സ്ത്രീക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടായി. അപ്പൊ വളരെയധികം പ്രയാസപ്പെട്ട സമയത്ത് ഈ സ്ത്രീ വരുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ അറിയാലോ, കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല സാഹചര്യം ഒത്തു വന്നു എന്ന രീതിയിൽ ഇയാൾ ആ സ്ത്രീയെടുത്ത് പറഞ്ഞു, നിന്റെ സാമ്പത്തിക വിഷമം ഞാൻ തീർത്തു തരാം, പക്ഷെ നീ എനിക്ക് വഴങ്ങി തരണം എന്നുള്ള രീതിയിൽ അയാൾ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു ഗതിയും ഇല്ലാത്ത സ്ത്രീ എന്താ ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഒരു ഗതിയും ഇല്ലാത്ത സമയത്ത് ആ സ്ത്രീക്ക് അയാളെ ഇഷ്ടം അനുവദിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അവര് തമ്മിൽ ശാരീരിക ബന്ധം ഏർപ്പെടുന്ന സമയത്ത് തൊട്ട് മുമ്പ് ആ സ്ത്രീ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇവിടെ നമ്മൾ രണ്ടാളും മാത്രമല്ല, ഇവിടെ മൂന്നാമതൊരാളുണ്ട്. എന്റെ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലായിരിക്കണം നിങ്ങൾ എന്നെ ഇത് സ്പർശിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ ഇയാളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ഒരു ഭയം
ഉൾക്കൊണ്ട് ആ ഭയം കൊണ്ട് ഇയാള് ആ ഒരു ഒറ്റ വാക്ക്, ആ ഒരു വാക്ക് കൊണ്ട് ഇയാള് പേടിച്ചോടി എന്നാ പറയുന്നത്. ആ പേടിച്ചോടിയ ഇതില് ഇയാൾ പ്രാർത്ഥിക്കുന്നതാണ്, റബ്ബെ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ വിട്ടു മാറിയത് എന്റെ റബ്ബിനെ ഞാൻ പേടിച്ചത് കൊണ്ടും എന്റെ റബ്ബിന്റെ ശിക്ഷ ഭയന്നത് കൊണ്ടും മാത്രമാണ് റബ്ബെ. അതുകൊണ്ട് നീ ആ കർമ്മം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്റെ ഈ ഈ ആപത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ആ രണ്ടാമത്തെ ആളും പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ് പറയാ, കുറച്ച് ആദ്യം തുറന്നതിൽ നിന്നും കുറച്ചും കൂടി ആ ഗുഹാമുഖത്തിന്റെ കല്ല് മാറി വന്നു. അപ്പൊ ഇവർക്ക് കിടക്കാൻ പറ്റൂല. അങ്ങനെ മൂന്നാമതാളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂന്നാമതാളും അവരെ ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാന്ന് വെച്ചാല് അയാളുടെ കീഴിൽ കുറെ ആൾക്കാർ ജോലി ചെയ്യുന്നത്. അതിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി പിന്നെ ഒരു മാസം ജോലി ചെയ്യാതെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ജോലി അയാൾക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ കാല ശമ്പളം എന്ന് പറയുന്നത് ധാന്യങ്ങളും ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പൊ അയാള് ധാന്യം വെച്ചിട്ട് ഈ മുതലാളി എന്ത് ചെയ്തു, മൂന്നാമത് പറയുന്ന വ്യക്തി ചെയ്ത കാര്യം എന്ന് വെച്ചാല് വിത്തിട്ട് അതിൽ കുറെ കൃഷിയിൽ കുറെ ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു. അത് വിറ്റ് കാശുണ്ടാക്കി കുറെ കന്നുകാലികളെ വാങ്ങി, മൃഗങ്ങളെ വാങ്ങി. അതിൽ നിന്നും ഉണ്ടായ പൈസ കൊണ്ട് കുറെ സ്വത്തുകളും ഇതൊക്കെ വാങ്ങിയിട്ട് അയാൾ ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ വ്യക്തി വരികയാണ്. എന്റെ ശമ്പളം ഞാൻ അന്ന് പിരിഞ്ഞു പോയി, അന്നത്തെ ഒരു പൈസ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എനിക്ക് ആ പൈസ തരുമോ, എനിക്ക് അന്ന് ആ ഒരു എന്റെ സമ്പാദ്യം എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് ഈ വ്യക്തി മൂന്നാമത്തെ ഒരാളടുത്ത് വന്നപ്പോ ഈ മൂന്നാമത്തെ ആൾ എന്താ പറയുന്നേ, മൂന്നാമത്തെ ആൾ ഈ മുഴുവനും ഈ അവിടെയുള്ള വയലും കൃഷിയും എല്ലാം കാണിച്ച്, കന്നുകാലികൾ എല്ലാം കാണിച്ചിട്ട് അയാളടുത്ത് പറയുന്നത് ഇത് മുഴുവൻ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പറയുമ്പോ ആ വന്ന വ്യക്തി എന്തോ അത്ഭുതപ്പെട്ടത്, എന്തേ നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ, അങ്ങനെയുള്ള ഒരു ചോദ്യം. അപ്പൊ പറഞ്ഞ ഇത് നീ അന്ന് നിനക്ക് തരാൻ വെച്ച ആ ധാന്യത്തിൽ നിന്നും ഞാൻ സമ്പാദിച്ച വസ്തുക്കളാണ് ഇതൊക്കെ നിനക്ക് അവകാശപ്പെട്ടതാണ്, ഇതിലൊന്നും ഞാൻ എടുക്കാൻ പാടില്ല, ഇത് എനിക്ക് റബ്ബിന് അത് തൃപ്തിപ്പെടൂല എന്നുള്ള രീതിയിൽ അയാളടുത്ത് മറുപടി പറയുകയും അത് സന്തോഷത്തോടെ ആ വ്യക്തി അയാളടുത്ത് നിന്ന് അതൊക്കെ വാങ്ങി പോവുകയും ചെയ്തു. എന്നിട്ട് ഈ മൂന്നാമതുള്ള വ്യക്തി അള്ളാഹുവിന്റെ അടുത്ത് പറയാണ്, സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, റബ്ബെ ഞാൻ നിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അള്ളാഹുവെ ഞാൻ ഇത് ചെയ്തത്, റബ്ബെ നീ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ നീ ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സുബ്ഹാനല്ലാഹ്, ഈ ഒരു മൂന്നാമത്തെ വ്യക്തി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ ഗുഹാമുഖത്തിലുള്ള കല്ല് പൂർണ്ണമായിട്ടും അതിൽ നിന്നും വിട്ടുമാറി. അങ്ങനെ ഇവർ 3 പേരും പുറത്ത് കിടക്കുകയാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്. ഈ 3 ആളെ പ്രാർത്ഥനയും ഒന്ന് തന്നെയാണ് ഉള്ളത് അല്ലെ. ഇവരെ 3 ആളെ പ്രാർത്ഥനയിൽ എന്താണ് നമുക്ക് മനസ്സിലായത്? അവരെ പ്രാർത്ഥനയിലെ ഇഖ്ലാസ്, അവരെ പ്രാർത്ഥനയിലെ ആത്മാർത്ഥത, അവര് ചെയ്ത കാര്യങ്ങളിലെ ആത്മാർത്ഥത. അവർ ഒന്നും ചിന്തിക്കുക, വേറൊന്നും വിചാരിച്ചിട്ട് ഒന്നുമില്ല ചെയ്തത്, എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അല്ലെ. 3 ആളുകളും കർമ്മം ചെയ്തത് എന്താണ്? അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും ഈ രൂപത്തിലാണോ കർമ്മങ്ങൾ ചെയ്യുന്നത്? ഞാനും നിങ്ങളും നമ്മളോട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കണം അല്ലെ. നമ്മൾ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമാണ് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇഖ്ലാസ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ ഇപ്പൊ ഒരു കർമ്മം ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആയിക്കൊണ്ടായിരിക്കണം നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതിൽ 100% 99% അള്ളാഹുവിന്റെ തൃപ്തി വെച്ച് ബാക്കി 1% എന്താക്കുന്നുണ്ട്, അവര് കണ്ടാൽ എനിക്ക് സന്തോഷമായിരിക്കും, അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നുള്ള തോന്നലാണെങ്കിൽ എന്താണ് അവിടെ റിലാക്സ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അവിടെ എന്താണ്, നമ്മുടെ ഇഖ്ലാസ് നഷ്ടപ്പെടും, നമുക്ക് എന്താണ് നമ്മുടെ കർമ്മങ്ങളിലും അത് പാഴായിപ്പോ. പക്ഷെ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചിട്ടാണെങ്കിലോ നമുക്ക് ആ കർമ്മം വെച്ച് പ്രാർത്ഥിച്ചാല് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് സ്വീകാര്യതമാക്കി തരും. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഇങ്ങനെ ഓരോ കഥകളും ഓരോ ഹദീസുകളും ഓരോ സ്റ്റോറികളും നമുക്ക് പറഞ്ഞിരുന്നത് എന്താണ്, നമുക്കതിങ്ങനെ കേട്ട് രസിക്കാനൊന്നല്ല അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റം വരുത്തണം. ഇപ്പൊ ഈ കഥയിലൂടെ നമുക്ക് കിട്ടിയത് ഒരു പാഠാണ് അല്ലെ, ഒരു ലെസൺ ആണ്. അതെന്താണ്, ആളുകളെ കാണിച്ചിട്ട് ചെയ്യേണ്ടതോ പ്രാർത്ഥിച്ചിട്ട് നമ്മള്
നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെസൺ നമുക്ക് ഇവിടെ കിട്ടി. ഇതിൽ നമ്മളൊന്ന് മനസ്സിലാക്കാം, ഈ കാര്യത്തിൽ, ഈ ഗുഹാവാസികളുടെ കാര്യത്തിൽ 3 ഗുഹാവാസികൾക്ക് പകരം 4 എന്ന് ചിന്തിക്കാം നിങ്ങൾ. ആ 4ാമത്തെ ഒരാള് നമ്മൾ ഈ കൂട്ടത്തിലേക്ക് ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഞാനും നിങ്ങളാന്ന് വിചാരിക്കാം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് കർമ്മാണ് അള്ളാഹിനോട് ഇത്ര ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാനുണ്ടാകാം അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഈ 4ാമത്തെ ആള് ഞാനാന്ന് വിചാരിക്കാം, 4ാമത്തെ ആള് ഞാനോ നിങ്ങളോ ആയിട്ട് ഈ 3ാമത്തെ ആളും പ്രാർത്ഥിച്ച് പിന്നെ നമുക്കുള്ള അവസരമാണ്, എനിക്കുള്ള അവസരമാണ്. ഇനി ഇതിൽ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുക, നിങ്ങൾക്കുള്ള അവസരമാണ്. സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്താന്ന് പറയാൻ പറ്റാ? നമ്മൾ കർമ്മം വെച്ചിട്ട് നമുക്ക് എന്താ അള്ളാഹിനോട് ചോദിക്കാൻ പറ്റാ? നമ്മൾ ഇതിൽ ആത്മാർത്ഥത വന്നിട്ടുണ്ടോ? ഇഖ്ലാസ് വന്നിട്ടുണ്ടോ? നമ്മുടെ നിസ്കാരത്തിൽ തന്നെ നിസ്കാരം നമ്മൾ 5 വക്ത് നമ്മളെല്ലാവരും നിസ്കാരം ഖളാഅത് നിസ്കരിക്കുന്ന ഒരാളാണ്. നമ്മളിപ്പോ ക്ലാസ്സുകളിൽ എല്ലാം കേട്ടിട്ട് അല്ലെ, പക്ഷെ ആ നിസ്കാരത്തിൽ പോലെ ആ നിസ്കാരം പറഞ്ഞിട്ട് പോലും ഖുശൂടെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടോ നമുക്കറിയോ? ഇല്ല, നമുക്ക് എന്ത് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക? അതാണ് ഈ ലെസണിലൂടെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്? നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? അള്ളാഹുവിനോട് മാത്രം ചിന്തിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം നമ്മൾ വിചാരിച്ചു കൊണ്ട് വേണം നമ്മളെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളോട് തന്നെ ചോദിക്കണം ഈ കാര്യം. പല പ്രാവശ്യം നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ പല വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെ, ഒരു ലൈക്ക് കിട്ടാനും ഒരു കമന്റ് കിട്ടാനും നിൽക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താക്കണം, നമ്മളടുത്ത് ചോദിക്കാം. നമ്മുടെ കാര്യങ്ങളിൽ ഇഖ്ലാസിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ കർമ്മത്തിൽ നമുക്ക് ഫലം ഉണ്ടാവും. പിന്നെ അള്ളാഹു നമ്മളെ കർമ്മങ്ങളിലെ വലിപ്പത്തിലൊന്നല്ല നോക്കാം. ഇപ്പൊ നമ്മുടെ സദക്ക ഗ്രൂപ്പ് ഉണ്ട്, ഉന്തസ്താന്റെ ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ട്, അസീന ടീച്ചർ ഉണ്ട്. അതിലിപ്പം ഓരോരാളടുത്തും സദക്ക ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുള്ളത് നമ്മളെ ഗ്രൂപ്പിലേക്ക് വരും. അപ്പൊ നമ്മളെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഞാൻ എങ്ങനെ ഒരു 100 രൂപ കൊടുക്കുക റബ്ബേ, എന്റെ കയ്യിൽ 100 ഉള്ളൂ, ഞാൻ എങ്ങനെ ഇത് ചെയ്യാം? 100 രൂപ അവർ കൊടുത്ത് കാണുമ്പോ എന്തെങ്കിലും വിചാരിക്കോ? അതിലല്ല നമ്മൾ നോക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, നമ്മളെന്താ നോക്കണം? നമ്മൾ കർമ്മങ്ങളിലെ വലിപ്പവും ചെറുപ്പവും അള്ളാഹു, നമ്മൾ ആ ഒരു മനസ്സാണ് അള്ളാഹു നോക്കുന്നത്. നിങ്ങൾ ആ 100 രൂപ കൊടുത്തത് അള്ളാഹുവിന്റെ അടുത്ത് എന്താണ്? ഏറ്റവും വലിയ ഉന്നത പദവിയാണ് അവിടെ ഉണ്ടാകുക. ആ സദക്ക ചെയ്യാൻ നിങ്ങളെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് ആരും അറിയാത്ത രീതിയിൽ നിങ്ങൾ ആ 100 രൂപ നിങ്ങൾ ചെലവാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്താണ്? അള്ളാഹുവിന്റെ പ്രതിഫലം അവിടെ അത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ, ഇത്തഖുൻ നാറ വലൗ ബിശിഖിൻ തമറ. നിങ്ങൾ ഒരു കാരക്കച്ചീളിന്റെ ഒരു കഷ്ണെങ്കിലും നിങ്ങൾ എന്താക്കണം? നരകത്തിൽ നിന്ന് നിങ്ങൾ സംരക്ഷണം നേടുന്നു. അതായത് കാരക്കച്ചീളിന്റെ അത്രയെങ്കിലും നിങ്ങൾ സദക്ക കൊടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടണം എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ചെറുതാണെങ്കിൽ നല്ലത് മാത്രം ചെയ്യുക, നല്ല ഉദ്ദേശത്തോടെ ചെയ്യുക. ചെറുതാണെന്ന് വിചാരിച്ച് അതിൽ മാറി നിൽക്കുക, അങ്ങനെയല്ല. നമ്മൾ ചെറുതാണെങ്കിലും നല്ല ഉദ്ദേശത്തോടെ, നല്ല നീയത്തോടെ അല്ലെ. നമുക്കറിയാം ഇന്നമൽ അമാലി ബിന്നിയാത്ത്, നമ്മുടെ മനസ്സിലെ ഓരോരാളുടെ മനസ്സിലെ നീയത്താണ് പ്രധാനം. അപ്പൊ നമ്മൾ ആ നല്ല നീയത്തോടെ വേണം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വേറൊരു കഥയിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അതായത് മറ്റൊരു ഹദീസില് സഹീഹുൽ ബുഖാരിയിൽ നിന്നും അബൂ ഹുറൈറ നിവേദനം ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വ്യക്തി ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, നല്ല കാര്യങ്ങൾ അയാൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ജോലി എന്താന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്ക് നല്ലോണം പൈസ കടം കൊടുക്കും, നല്ല രീതിയിൽ പൈസ കടം കൊടുക്കും. ആ കടം കൊടുത്ത കടം എന്താണ്? അയാൾ തിരിച്ചു വാങ്ങിക്കാൻ ഒരു ജോലിക്കാരനെ നിർത്തിയിട്ടുണ്ട്. ആ ജോലിക്കാരനെ നിർത്തിയ സമയത്ത് അയാളടുത്ത് പറയും പൈസ വാങ്ങാം, എല്ലായിടത്തുനിന്ന് വാങ്ങണം, തിരിച്ചു വാങ്ങണം എന്നുള്ള രീതിയിലെ കണ്ടീഷനിൽ ആ ജോലിക്കാരനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ജോലിക്കാരനോട് ഈ വ്യക്തി പറയും, ആരെങ്കിലും ബുദ്ധിമുട്ടായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട രീതിയിൽ ഈ പൈസ തിരിച്ചു വാങ്ങരുത്. കാരണം പ്രയാസമുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല അത് കാരണം നമുക്ക് വല്ല ഇളവോ അള്ളാഹു തന്നില്ലെങ്കിലോ, അതുകൊണ്ട് ആരെടുത്തൊന്നും കർശനമായിട്ടുള്ള ഇതിൽ വാങ്ങരുത്. അവർക്ക് നീ ഇളവ് വരുത്തി കൊടുക്കണം. അവർക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് നീ അത് വാങ്ങാത്ത രീതിയിലായിരിക്കണം നീ അവരോട് പെരുമാറേണ്ടതെന്ന് ഈ ജോലിക്കാരന്റെ അടുത്ത് മുന്നേ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ മരണപ്പെട്ടതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹു പറയാണ്, നിന്റെ കയ്യിൽ എന്താ ഉള്ളേന്ന് ഈ വ്യക്തിനോട് ചോദിക്കുന്നുണ്ട്.
നിന്റെ കയ്യിൽ നിനക്ക് എന്താണ് പറയാനുള്ളത്, നിന്റെ കയ്യിൽ എന്ത് നന്മയാണ് ഉള്ളത് എന്ന് ഈ വ്യക്തിയോട് ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ഒരു കർമ്മം ഒന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ എന്താണ് കുറച്ച് പേർക്ക് ഇങ്ങനെ കടം കൊടുക്കലുണ്ട്. ആ കടത്തിലൂടെ ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല, അവരെ ഞാൻ പ്രയാസപ്പെടുത്താറില്ല, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് പൈസ വേണം വേണമെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് അതിന്റെ പേരിൽ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാറില്ല. ഈ ഒരു കാര്യം എൻ്റെ അടുത്തുള്ളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാ, അള്ളാഹു അന്ന് ആ വ്യക്തിക്ക് കൊടുത്ത അനുഗ്രഹം എന്ന് പറയാന് അള്ളാഹു പറഞ്ഞു, ഇന്നത്തെ ദിവസം ഞാൻ നിനക്ക് എളുപ്പം ചെയ്തിരിക്കുന്നു. അള്ളാഹു ആ വ്യക്തിയോട് പറയും. കാരണം എന്താണ്? നിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്ന് അന്നത്തെ ദിവസം അള്ളാഹു എല്ലാ പാപങ്ങളും, നിന്റെ പാപങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ആ ഒറ്റ ഒരു കർമ്മം കൊണ്ട് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു തആല ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കുന്നു. അള്ളാഹു അവരെന്താണ്, അവർക്ക് മാപ്പ് കൊടുക്കുന്നത്. എന്ത് ഇത് ചെയ്തില്ല, ആ ഒരു കടത്തിന്റെ പേരിൽ കടം കൊടുത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു രീതിയിൽ അള്ളാഹു അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അന്നത്തെ ദിവസം അള്ളാഹു എല്ലാം എളുപ്പമാക്കിയെന്ന്. ആ ഒരു കർമ്മം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തത്. നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം, പിന്നെയോ കുറച്ചെങ്കിലും ചെയ്യാം. ആ കർമ്മം എന്തായിരിക്കണം? ആത്മാർത്ഥമായിരിക്കണം. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല കർമ്മമായിട്ട് നമ്മൾ ചെയ്യാം. ആ കർമ്മം എന്തായിരിക്കും? നമ്മളെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷക്കെത്തും. നമ്മൾ വിചാരിക്കും നിസാരമായിട്ട് കരുതുന്ന കാര്യമായിരിക്കും, പക്ഷെ അതായിരിക്കും നാളെ നമുക്ക് ആഖിറത്തിൽ നമ്മളെ കൂടെ കൂട്ടായിട്ട് വരാം. അല്ലെ? നമ്മൾ നിസാരമായിട്ട് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ നമുക്കിപ്പോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലും മൊബൈലിൽ ഒരുപാട് കാര്യങ്ങൾ സഹായം, പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നും ആഗ്രഹിച്ചിട്ടോ ഒന്നും ഇതായിട്ടൊന്നും ആയിരിക്കും നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ഇതും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്തോ ഒരു ചെറിയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്തിട്ട് കൊടുക്കാൻ ശ്രമിക്കാം. കാരണം ഇപ്പൊ സദക്കന്റെ ഗ്രൂപ്പിൽ തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മൾ ആ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിൽ നീയത്തും ഒന്നും ഉണ്ടാവും. ഞാനെങ്കിലും സഹായം കൊടുത്ത് ചിലപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവും. പക്ഷെ ആ കൊടുക്കുന്ന സമയത്ത് റബ്ബേ എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, ഞാൻ ഇത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാ ചെയ്യുന്നത് എന്നുള്ള നിയത്തിലാണെങ്കിലോ അവിടെ എത്ര പ്രതിഫലം ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കർമ്മത്തിൽ ഏറ്റവും നല്ലതാകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത്, മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ, അപ്പൊ അവരെന്താക്കണോ, അവരെ നിസ്സാരാക്കി കാണരുത്. അതും നമ്മളെ ഭാഗത്ത് ഭയങ്കര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോരാള് നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മെല്ലാം അത് ഒരു നിസ്സാരായിട്ട് കരുതുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. അവരെന്ത് ചെയ്യുന്ന, കർമ്മം ചെയ്യുന്നത് അത് നമുക്ക് ചിലപ്പോൾ അത് നിസ്സാരായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ അടുത്തോ അത് ഏറ്റവും ഒരുപാട് വിലയുള്ള കാര്യമായിരിക്കും. അവര് ചെയ്യുന്ന കാര്യം ഒരാളെയും എന്താക്കരുത്, നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ, ഞാനും നിങ്ങളും എല്ലാവരും കുറേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വാട്സപ്പ് ആയാലും മൊബൈലിൽ ഒരുപാട് അല്ലെ, സോഷ്യൽ മീഡിയയിൽ ഗൂഗിൾ മീറ്റിലായാലും മറ്റ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്ന് നമ്മളതുള്ള സ്വകാര്യ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഉണ്ടോ? നമ്മളെല്ലാരും ഗ്രൂപ്പുകളിൽ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. നമുക്ക് നമ്മുടെ സ്വകാര്യത എന്ന് പറയാൻ നമുക്കില്ല. നമ്മൾ രാവിലെ ഉറങ്ങി എണീറ്റത് മുതൽ മൊബൈലായിരിക്കും ഫസ്റ്റ് നോക്കുക. അത് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോയിട്ടായിരിക്കും സ്ക്രോൾ ചെയ്യുക. നമ്മൾ ചിന്തിച്ചു നോക്കിയാ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ കർമ്മങ്ങൾ രഹസ്യമായിട്ടും ആത്മാർത്ഥതയിലൂടെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഓരോ കർമ്മം ചെയ്യുന്ന ഇന്നത്തെ ഓരോരാളും ഒരു കല്യാണം ആവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യമാവട്ടെ, വേഗം എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക. എന്നിട്ട് ആ സ്റ്റാറ്റസ് എത്ര ആള് നോക്കില്ല, ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കാതെ കാണുന്ന സമയത്തോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലെ. പക്ഷെ അത് നമ്മൾ ഭയങ്കര, ഞാൻ ഈ ക്ലാസ് കേട്ടത് മുതലേ ഇങ്ങനെ ചിന്തിക്കാൻ പഠിച്ചോനെ റബ്ബേ പൊറുത്ത് തന്നെ. കാരണം എന്താ, നമ്മളെല്ലാം അങ്ങനത്തെ ഉള്ളവരാണല്ലേ. നമ്മളൊരു റിഫ്ലക്ഷൻ പറഞ്ഞെന്ന് വിചാരിച്ചോ, ഇപ്പൊ നൂറ സദരിയിലെല്ലാം നമുക്ക് റിഫ്ലക്ഷൻ പറയേണ്ട ഒരു അവസരമുണ്ട്. പക്ഷെ നമ്മൾ റിഫ്ലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുഞ്ഞ് ലൗചിന്യം കിട്ടുമ്പോൾ നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്നുള്ള ആൾക്കാർ കേട്ടെന്നുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും അല്ലെ. പക്ഷെ ആ സന്തോഷം തന്നെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ചോദിച്ചു നോക്കാം, അത് എന്തിന്റെ സന്തോഷത്തിലാണ് നമ്മൾ അങ്ങനെ കാണിച്ചത് എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണ്, അതിൽ ഒരു തെറ്റുപോലും നമുക്ക് അവിടെ വരാൻ പാടില്ല. നമ്മളെ മനസ്സിൽ ഒരു വലിയ റിയായിലോ അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞല്ലോ എന്നുള്ള തോന്നൽ നമ്മൾ സ്വയം പോലും അങ്ങനെ പറഞ്ഞിട്ട് ചിന്തിക്കാൻ പാടില്ല.
അപ്പൊ അത് വളരെയധികം നമ്മൾ നമ്മളെ തന്നെ എന്താക്കണം, സ്വയം വിചാരണം ചെയ്യണം. സ്വയം വിചാരണം ചെയ്യണമെങ്കിൽ എന്താണ്, നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചിന്തിക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള കണക്ഷൻ എന്തൊക്കെയാ ഉള്ളത്, നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്തത്, നമ്മൾ നിസ്കാരത്തിലൊക്കെ ഖുശൂ ഉണ്ടോ? ആ ഇപ്പൊ നമുക്ക് നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട്, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഓരോ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രാർത്ഥനാ പഠനം അല്ലെ, നമ്മുടെ നിസ്കാരത്തിന്റെ പ്രാർത്ഥന അർത്ഥത്തോടെ അറിഞ്ഞ് പഠിക്കാം. ഇപ്പൊ ഞാന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം, ഇപ്പൊ നിസ്കാരത്തിന്റെ ഒരു ക്ലാസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അത് ഫിനിഷ് അവർക്ക് ദുആ പറഞ്ഞു കൊടുത്തപ്പോ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം. കാരണം ആ കുട്ടിക്ക് നിസ്കാരത്തിന്റെ ദുആസ് ഒന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മുന്നിലേക്ക് അള്ളാഹു ഇട്ട് തന്നു അവർക്ക് പഠിപ്പിക്കാനുള്ള അവസരം. അൽഹംദുലില്ലാ. അപ്പൊ ഞാനും കൂടി പഠിക്കുകയും ചെയ്തത്, അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഞാനും കൂടി അത് വീണ്ടും വീണ്ടും അർത്ഥങ്ങൾ പഠിക്കുന്നത്, അതിന്റെ ഓരോ ഹർക്കത്തുകൾ മനസ്സിലാക്കി വരുന്ന. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ അറിവ് നമുക്ക് അത് നല്ല രീതിയിൽ വീണ്ടും വീണ്ടും പ്യുവർ ആക്കി നല്ല പരിശുദ്ധമാക്കാൻ പറ്റും. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, നമ്മൾ ഇതില് പിന്നെ നമ്മളും അള്ളാഹുമായിട്ട് മാത്രമുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളും അള്ളാഹു മാത്രമായിട്ടുള്ള ഒരു കണക്ഷൻ. അത് നമുക്ക് എപ്പോഴാ ഉണ്ടാകുക, നമ്മൾ ചിലപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പെങ്കിലും നമ്മൾ ഒന്ന് മൊബൈൽ സ്ക്രോൾ ചെയ്യാണ്ട് ഉറങ്ങൂല. ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള അവസ്ഥ ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഉറങ്ങുന്ന സമയത്താണ്. മൊബൈൽ നിസ്കാരം കഴിഞ്ഞത് വരെ തന്നെ നമ്മൾ എന്താ ചെല്ലണ്ടേന്നുള്ളത് മൊബൈലിൽ പോയിട്ട് നോക്കിയിട്ട് ചെല്ലുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവിടെയും എന്താണ്, ഫുള്ള് എന്താ നമ്മളെ കയ്യിലേക്ക് വരുന്നത് മൊബൈലും കാര്യങ്ങളും ഇതുമെല്ലാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തെന്നുള്ളത് ഒരു ഇതിൽ പറയുകയോ അല്ലെങ്കിൽ അത് അറിയിക്കുകയോ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുക, റബ്ബേ ഞാനത് പറഞ്ഞത് അത് ആ ഒരു രീതിയിലാണോ, നമ്മുടെ മനസ്സിൽ എന്ത് നിയത്താണ് ഉണ്ടത്, അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി, അത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്നുള്ള നിയത്തിൽ ആവരുത്. അങ്ങനെ ആകുമ്പോ എന്താണ്, അത് നമുക്ക് ഒരു ഉപകാരവും നമുക്ക് കിട്ടില്ല, ദുനിയാവിലും കിട്ടില്ല ആഖിറത്തിലും കിട്ടില്ല. അതെന്താ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ മറ്റുള്ള ആളുകളെ കമന്റിനേക്കാൾ നമ്മൾ ചിന്തിക്കാം, നമുക്ക് കിട്ടുന്ന കമന്റ്, ഒരു ലൈക്ക്, നമ്മൾ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു വോയിസ് ഇട്ട് ഇപ്പോ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു, ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ഗ്രൂപ്പിൽ തന്നെ, നമ്മളെ മുന്തസ്ഥാന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ ഒരു 3 മിനിറ്റ് ടോക്ക് പറയാനുണ്ടാവും. അപ്പൊ എല്ലാവരും ഫസ്റ്റ് തന്നെ റിഫ്ലക്ഷൻ ഇത് കമന്റ് കേൾക്കാൻ എന്താ പറയുക പറയല്, നമുക്ക് കമന്റ് പറയണ്ട, നല്ലത് പറയണ്ട, നെഗറ്റീവ് പറഞ്ഞാൽ മതി. മാഷാ നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്, കാരണം എന്താ പറയുക, എന്തെങ്കിലും വീണ്ടും വീണ്ടും ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളിലും അതുപോലെ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ആരുടെങ്കിലും ലൈക്ക് നോക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്, അള്ളാഹുവിന്റെ ലൈക്കാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു ആണ് നമ്മളെ അനുഗ്രഹിക്കേണ്ടത്. ആ അനുഗ്രഹത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു അടിമ അദ്ദേഹം പിന്നെ നിരവധി കർമ്മങ്ങൾ ചെയ്തു, പിന്നെ അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ പിന്നെ അതായത് അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന സന്ദർഭത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടും. അള്ളാഹുവിന് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിട്ടും വരും. ആ ഇഷ്ടപ്പെടുന്ന സമയത്ത് ആ ആകാശത്തിലുള്ള മലക്കുകൾ വിളിച്ചു പറയുമ്പോഴും, ഭൂമിയിലുള്ള ഇന്നയാളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും അയാളെ സ്നേഹിക്കുകയും. നമ്മൾ ഒരു കർമ്മം ചെയ്തിട്ട്, നമ്മളെ ആത്മാർത്ഥയോടെ ചെയ്തിട്ട് ആ അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല്, അള്ളാഹു ആ കർമ്മത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല്, അള്ളാഹു മറ്റുള്ള മലക്കുകളെ എല്ലാവരെയും വിളിച്ചിട്ട് പറയും, ഇന്ന ആളെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഇഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ്, മലക്കുകളെ അടുത്താണ് അള്ളാഹ് പറയുന്നത്, നിങ്ങളും ആ വ്യക്തിനെ പോയിട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിൽ കൂടുതലുള്ള അങ്ങനത്തെ കമന്റ് അല്ല നമുക്ക് വേറെ എന്ത് കമന്റ്, ഈ കമന്റ് നമുക്ക് വേണോ അല്ലേ? ഞാൻ ശരിക്കും ഇത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് എനിക്ക് ഭയങ്കര ഒരു ഇത് വന്നുപോയി. കാരണം നമ്മളടുത്ത് പറയല്ലേ, നമ്മളെ ചെയ്ത കാര്യങ്ങളിൽ മലക്കുകളടുത്ത് പറയുന്നു. ഖുറാൻ ആയാലും എന്ത് നല്ല കർമ്മങ്ങൾ, നമ്മൾ ഒരു ദിവസം ഒരു ഖുറാൻ ഓതുന്നു, അപ്പൊ ഖുറാൻ ഓതുന്ന സമയത്ത് മലക്കുകൾ നമ്മളെ അടുത്തുണ്ടാവും അല്ലെ. ഖുറാൻ പാരായണം ചെയ്യുന്ന സമയത്ത് മലക്കുകൾ നമ്മളെ അടുത്തുണ്ടാവും. അപ്പൊ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് പറയും, അള്ളാഹ്ക്ക് അറിയിട്ടല്ല, പക്ഷെ മലക്കുകൾ പോയിട്ട് പറയുന്നുണ്ട്, ഇന്ന സദസ്സിലുള്ള, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സദസ്സിലുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് മലക്കുകൾ പോയിട്ട്, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് മലക്കുകൾ പോയിട്ട് പറയുന്ന സമയത്ത് അള്ളാഹ്ക്ക് അത് അറിയിട്ടില്ല, അള്ളാഹ്ക്ക് എല്ലാം അറിയാം, പക്ഷെ അള്ളാഹ് അത് മലക്കുകളെ ഏൽപ്പിച്ച ജോലിയാണ്. പക്ഷെ അള്ളാഹുവിനോട് പറയും, ഞാൻ ഇന്ന വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ട്, അവരുടെ കർമ്മം നല്ല ആത്മാർത്ഥമായിട്ടുള്ള കർമ്മം, നിങ്ങൾ അവരെ സ്നേഹിച്ചോളൂ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്? അള്ളാഹ് നമ്മളെ മലക്കുകളോടും കൂടി ഇഷ്ടപ്പെടാൻ പറയുന്ന ഒരു ഇത് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഉള്ള ഒരു ഇഷ്ടമാണ് നേടിയെടുക്കേണ്ടത്.
മനുഷ്യന്മാരതോ മറ്റുള്ള ആളുകളുടെ ലൈക്ക് കിട്ടാനോ അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടണോ അങ്ങനെയുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരിക്കലും ഒരു കർമ്മവും ചെയ്യരുത്. നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവരൊന്നും അങ്ങനത്തെ ഉള്ള രീതിയിലല്ല. മാഷാ അള്ളാ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഒരുപാട് അറിവുകൾ മനസ്സിലാക്കിയ ആൾക്കാരാണ്. എന്നാലും നമ്മൾ ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെ നമുക്ക് തിരിച്ചറിവ് നൽകണല്ലേ. ചിലപ്പോൾ ഇത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടിട്ടുണ്ടാവാം, പക്ഷെ എന്നാലും ഓരോ അറിവ് എന്താണ് നമുക്ക് തരുന്ന തിരിച്ചറിവുകളാണ്. ഈ ശരിക്കും ഈ 2:30 ക്ലാസ് ചില സമയത്ത് ഇപ്പൊ എനിക്ക് മിസ്സായി പോകാറുണ്ട്. പക്ഷെ എനിക്ക് മിസ്സാകുന്ന സമയത്തൊക്കെ ഞാനത് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തെങ്കിലും എനിക്ക് ആ ക്ലാസ്സിന്റെ റെക്കോർഡിങ് ഞാൻ ചില സമയത്ത് കേൾക്കും. അത് കേട്ടാലാണ് നമുക്കൊരു സമാധാനം. അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് ഷാക്കിറ ടീച്ചറെ ക്ലാസ്, നമ്മുടെ അസീന ടീച്ചർ, ഒരുപാട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കുറെ സെലക്ട് ചെയ്ത് ക്ലാസ്സുകൾ നോക്കും. അതിൽ കേട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനം തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈമാൻ പുതുക്കുന്നത് പോലെ തോന്നല്. ഓരോ കാര്യം നമ്മൾ എന്തെങ്കിലും മാറി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും നമ്മുടെ എന്താണ് ഈമാൻ പുതുക്കുന്നത് പോലെ ആയിട്ടാണ് ഫീൽ ചെയ്യല്. നമ്മളെ നമ്മളെ മനസ്സിന്റെ ആ ഒരു നമുക്കൊരു സമാധാനമാണ് അല്ലെ. അള്ളാഹുവിന്റെ ദിക്റ് കേൾക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാര്യം പറയുന്നത് കേൾക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ശരിക്കും ഒരു സമാധാനം. ഖുറാനിൽ കിട്ടുന്ന ഖുറാനിൽ